എന്തോ ഒരു ഭയങ്കര ചില നമസ്തസ്യേ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറയുന്നത് ദേവിയെക്കുറിച്ചാണ്. ദേവിയുടെ സ്തുതി 5-ാം അധ്യായത്തിലെ സരസ്വതിക്ക് പ്രാധാന്യമുള്ള അധ്യായം. അതിൽ ദേവിയെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഏറ്റവും പ്രധാനം 21 മന്ത്രങ്ങൾക്കാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥമാണ് പറഞ്ഞു വരുന്നത്. ആനുകാലിക സംഭവവികാസങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. കള്ളസ്വാമിമാർ നിമിത്തം സ്വാമിയുടെ മുണ്ടുടുക്കാൻ തന്നെ പണ്ടേ അത് ഉടുത്ത് നടക്കാതെ നന്നായി എന്ന് തോന്നുന്നു. ചുവപ്പ് മുണ്ടൊക്കെ പൂജാ സമയത്ത് ഉപയോഗിക്കും. അത് ദേവി ആരാധനയുടെ ഭാഗമാണ്. അപ്പം ഈ തെയ്യക്കാവിലും മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കോമരത്താന്മാരും മറ്റൊക്കെ ഈ ചുവന്ന മുണ്ടാണ് ഉപയോഗിക്കുക. അതേപോലെ തെയ്യത്തിന് തന്നെ പ്രധാന നിറം ചുവപ്പാണ്. അത് ദേവിയുടെ ചുവപ്പായിട്ട്, അതാണല്ലോ പിന്നെ എവിടെയും അരുണം നിറം, ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നിറം, കുങ്കുമ നിറം, ചുവപ്പ് നിറം, അത് ദേവിയുടെ നിറമായിട്ടാണ്. സിന്ദൂര ആരുണ വിഗ്രഹം അതാണ്. അപ്പോൾ ദേവിയും ചുവപ്പും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. പിന്നെ മഞ്ഞയും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് മൂകാംബിക അമ്മക്കാണ് പ്രധാനം. ധ്യാനസ്തോത്രത്തിൽ മഞ്ഞ വസ്ത്രം ധരിച്ച ദേവിയെ ധ്യാനിക്കാനാണ് പറയുന്നത്. അത് ഓരോരോ, പക്ഷെ മൊത്തത്തിൽ ദേവിക്കാണ്. പ്രത്യേകിച്ചും ഈ തെയ്യ സ്ഥലങ്ങളിലും മറ്റൊക്കെ അവിടെ ഭദ്രകാളിക്കാണല്ലോ. ഭദ്രകാളി പിന്നെ ചുവപ്പ് തന്നെ. അതിനെ പിന്നെ യാതൊരു രണ്ട് വർത്തമാനം ഇല്ല അതിനെക്കുറിച്ച്. ആ ചുവപ്പ് അപ്പോൾ ചുവപ്പ് ദേവിയെ പൂജിക്കുമ്പോൾ ഞാനും ചുവപ്പ് വസ്ത്രം ധരിക്കുന്നു. അത് ഉടനെ അഴിച്ചു വെക്കുന്നു. ജീൻസ് ധരിക്കുന്നു, ടീഷർട്ട് ധരിക്കുന്നു, കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു, വണ്ടി ഓടിച്ചു പോകുന്നു. സ്വാമി വേഷമില്ല. അതുകൊണ്ട് വളരെ വളരെ നല്ലതാണ്, സമാധാനമുണ്ട്. അടി കിട്ടും സ്വാമിമാർക്ക്. അടി പുറകെ വരുന്നുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ അത്തരം പണിയാണ് എടുക്കുന്നത്. കൊല്ലത്തൊക്കെ ആ സ്വാമിയുടെ പണി പണ്ടത്തെ എന്താണ് പറയുക, സന്തോഷ് മാധവൻ്റെ പണിയൊക്കെ സമാധാനം ഉണ്ടായിരുന്നു. ഇയാളെ ഭയങ്കര കടുകട്ടി. ഒരു 2500 ഇപ്പത്തോതിൽ 5 പേരെ ജീവനക്കാരെ വെച്ചിരിക്കുന്നു ആ ക്യാൻവാസ് ചെയ്യാൻ. അപ്പോൾ അവൻ്റെ വരുമാനം എത്രയാണ്? നമ്മളൊന്നും ഇന്ന് വരെ ഒരാളെ ക്യാൻവാസിനും വെച്ചിട്ടില്ല. അതെന്താണെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ അതൊക്കെ നിലനിൽക്കുകയില്ല. അതാണ്, ഇത്തരം കളി കളിച്ചാലെല്ലാം പെട്ടെന്ന് പൂട്ടിക്കെട്ടും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മളെ ഈ എന്തായി പറയുക, ഇപ്പോൾ ഈ ഓരോന്നിൻ്റെ ഓരോ നഗരത്തിലൊക്കെ വലിയ മേളകളും മറ്റൊക്കെ നടക്കുന്നില്ല, അതേപോലത്തെ പരിപാടിയാണ്. മേള തീരും, അതോടുകൂടി അവനും തീരും. അതായത് താൽക്കാലികമായ 10 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ആ കളിക്ക് വേണ്ടി ഇങ്ങനെ ഏജൻറ്റുമാരെയൊക്കെ വെച്ച്, എന്നിട്ട് പോരാത്തത് പാവപ്പെട്ട കുട്ടികളെയൊക്കെ ദ്രോഹിക്കുക. അല്ല, മനുഷ്യരാരും ഇതിൻ്റെ അകത്ത് മോചിതരാന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യരൊക്കെ പോണോഗാമി വിഭാഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആരും പറയാനൊന്നും പറ്റില്ല. പക്ഷെ അതല്ല ഉദ്ദേശിച്ച് ഇത്തരം പരിപാടികൾ. എന്നിട്ട് സ്വാമിയാന്ന് പറയുക, അത് കുറച്ച് കടുത്ത കൈയാണെന്ന് ഞാൻ പറഞ്ഞത്.
അനുഭവിച്ചോളൂ. ഇനിയും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. ദൈവിക വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ആ വഴികളിൽ ഒരു പാളിച്ചയൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ കടുത്ത കാര്യമായതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വലിയ രൂപത്തിൽ അത് വന്നപ്പോൾ അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി കലി മൂക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തോ ആവട്ടെ. നമുക്ക് എന്താ ഇന്ന് പറയുന്നത്, യാദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത. എല്ലാം വയറ്റുപഴപ്പ്. ക്ഷുധ എന്ന് പറഞ്ഞാൽ തിന്നണമെന്നുള്ള ആഗ്രഹം. എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ മനുഷ്യനായാൽ. ചില ആൾ പറയുന്നില്ലേ ഒട്ടും വിശപ്പില്ല എന്ന്. വലിയ അപകടമാണ് അതാണ്. അതും ദേവി തരണമെന്നാണ്. എങ്കിലല്ലേ ശരീരത്തിന് പോഷണം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് കണക്കായിട്ടല്ലേ നമ്മളെ ശരീരം, അതല്ലേ പൈസ പോകുമ്പോൾ നമ്മൾ ശരീരം ശുഷ്കിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ആ സമയത്ത് സമീകൃത ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ എന്തെങ്കിലും തിന്നും, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തിന്നാതൊന്നും മനുഷ്യന്മാർ എവിടെ പോയിട്ടായാലും തിന്നാലോ. പ്രശ്നക്കടവ് പോയാലും 2 ദിവസം കിട്ടും, പിന്നെ അതിൻ്റെ അപ്പുറത്തെ അമ്പലത്തിൽ പോയാൽ കിട്ടും. ഇനി അതല്ലാതെ ഒരു അനാഥാലയത്തിൽ കിട്ടും. അത് ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ അല്ല. പക്ഷേ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള, നമ്മളെ നാട്ടിലൊരു കല്യാണം നടന്നിരുന്നു തലശ്ശേരിക്കടുത്ത്. ഇപ്പോൾ ഓരോ അകത്തും നിറച്ചും ഓറഞ്ച്, ഒരകത്ത് മുഴുവനായിട്ട് മുന്തിരി, അങ്ങനെ ഓരോ മുറികളിലും നിങ്ങൾക്ക് എത്രയാണോ തിന്നാൻ കഴിയുക. പത്രത്തിലൂടെയാണ് കല്യാണം വിളിച്ചത്. പത്രത്തിലൂടെ കല്യാണം വിളിച്ചു. എല്ലാവരും വരണം, എനിക്ക് നിങ്ങളെന്നും വീട്ടിൽ വന്നിട്ട് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് സ്വീകരിക്കണം ഈ വിളി എന്ന് പറഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ടാണ് പാവം വിളിച്ചത്. അയാൾ വലിയ കോടീശ്വരനാണ്. ഏതായാലും നാട്ടുകാരെല്ലാം സഹകരിച്ചു, എല്ലാവരും ചെന്നു. സാധനമൊന്നും ബാക്കി വെച്ചില്ല. നാട്ടുകാർ ഓരോ മുറിയിൽ ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു തിന്നാൻ വെച്ച സ്ഥലം വേറെ എവിടെയും ആ നാട്ടുകാർ ആ നാടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ നാട്ടുകാർ കണ്ടിട്ടില്ല പോലും. അതിന് മുമ്പേയും അതിന് ശേഷവും 7 കൊല്ലം മുമ്പേ 8 or 10 കൊല്ലം ആയി അത് സംഭവം. അപ്പോൾ അവിടെയൊക്കെ ഇയാളിതൊക്കെ നിറച്ച് വെച്ചു. അതല്ലാത്ത വേറെ തമാശ. അങ്ങനെയൊക്കെ കല്യാണം കേമമായി നടത്തി. ഗംഭീര കല്യാണമായിരുന്നു. 14-ാം ദിവസം ഡൈവേഴ്സുമായി. അതാണ് ഞാൻ ചിരിക്കുന്നതല്ല, അതെല്ലാം വലിയ സങ്കടമുള്ള കാര്യമാണ്, കരഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമാണ്. ഈ എന്താണ് പറയുക, എല്ലാം സംഭവം എല്ലാം ഓക്കെ, പക്ഷേ ചെക്കനെ നോക്കി എടുക്കാൻ അയാൾ ശ്രദ്ധിച്ചില്ല. അത് എന്തൊക്കെയോ ആയിപ്പോയി. കല്യാണം 14 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം ഡൈവേഴ്സ്. നല്ല എല്ലാ ഭക്ഷണങ്ങളും അന്നാണ് ആ നാട്ടുകാർ, ആ പ്രദേശത്തുള്ളവർ പൂതി മാറി തിന്നത്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, പൂതി മാറിപ്പോയി. ബിരിയാണി ഏതാണ് തിന്നേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വന്നു പോലും. ആ സ്ത്രീ പറയുക, ഞാൻ തിന്നാൻ കുറച്ച് താല്പര്യമുള്ള ആളാണ്, പക്ഷേ എനിക്ക് ഏത് ബിരിയാണിയാണ് അല്ലെങ്കിൽ ഏത് ഭക്ഷണം എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചില 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവുമല്ലോ. പണ്ടൊരുത്തനോട് ഞാൻ പറഞ്ഞതാ ദുബായിൽ നിന്ന്, ഇത് മുതലാളിൻ്റെ ആണ് ഭക്ഷണം, വയറ് നമ്മളുടേതാണ്, അത് മറന്നു പോകരുത്. അവനിങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ഓടിപ്പാഞ്ഞ് തിന്നുകയാണ്. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു, അയാളുടെ സാധനം അയാളുടെ മുതലാളി, ഹോട്ടൽ മുതലാളി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്, ശരിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അത് മിക്ക വലിയ 3 സ്റ്റാർ മുതൽ മേലോട്ടുള്ള എല്ലാ ഹോട്ടലിലും അങ്ങനെയാണ്. അത് ഇന്ത്യയിലുമുണ്ട്, പുറത്തുമുണ്ടൊക്കെ, എല്ലാ സ്ഥലത്തും ലോകത്തെവിടെയുള്ള സംഗതിയാണത്.
പക്ഷെ ഇത് തിന്നുന്നതിനൊരു കണക്ക് വേണ്ടേ, അങ്ങനെ തിന്നുകളയും. പണ്ട് ശബരിമലയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പോയിരുന്നു, അതും നടന്ന സംഭവമാണ്. പേരൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ നാട്ടുകാരനാണ്. എല്ലാവർക്കും ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ എൻ്റെ പരിപാടി കാണുന്നവരെല്ലാം ഓർമ്മിച്ച് ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ ശാപ്പാട് ഇഷ്ടം പോലെയെന്ന് 5 റുപ്യ എന്ന് എഴുതി വെച്ചു. അതായത് എത്ര തിന്നാൻ പറ്റുമോ അത്രയും തിന്നാം. അന്നത്തെ കാലത്തെ 5 റുപ്യേൻ്റെ ശാപ്പാട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവന് കൊണ്ടയിട്ടിട്ട് ഇതിൻ്റെ ശാപ്പാട് ഇന്ന് എഴുതി വെച്ച ആൾ ബോർഡ് എടുത്ത് മാറ്റി, എനിക്ക് ഈ പൂതി ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത്ര തിന്നു കളഞ്ഞു. അതും ഒന്നിനും കൊള്ളാതെ സാമ്പാർ. എൻ്റെ ഏട്ടനാണ് അതിന് സാക്ഷി. പോകാൻ പറയുക, എങ്ങനെ തിന്നുമെന്ന് എനിക്കറിയില്ല ഇന്ദു, ഇവൻ ഇരുന്ന് തിന്നുകയാണ്, ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് എങ്ങനെയാണ് അവൻ തിന്നുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലായില്ല. നമ്മളെല്ലാം ഒരു സാധാരണ കുറേശ്ശെ തിന്നിട്ട് എഴുന്നേറ്റു. കാരണം അത് ഒരു രുചിയില്ലാതെ കറിയാണ്. അതാണ് 7 പ്രാവശ്യം മറ്റൊക്കെ അങ്ങനെയുള്ള ചോറ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കഥ. അതേപോലെയുള്ള മനുഷ്യന്മാരുണ്ട്, തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചവർ. ചിലർ തീറ്റിക്കാൻ ജനിച്ചവരായിരിക്കും. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറഞ്ഞു. 3-4-2004. ഓ, നേരത്തെ വിളിച്ചത് തന്നെയാണല്ലേ? ആ, കട്ടായി പോയത്. വോളിയം കുറക്കും, എന്തോ ഒരു ശബ്ദം വരുന്നു. 3-4-2004 5-26. ഓക്കെ. ആരുടേതാണെന്ന് പറയൂ. രാവിലെയാണോ വൈകുന്നേരമാണോ? രാവിലെ. ആരുടേതാണെന്ന് പറയൂ. എന്താണ് പൂരം നക്ഷത്രം? എന്താണ് അറിയേണ്ട കാര്യം, പറഞ്ഞോളൂ. ജോലിയൊന്നും അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. എന്താണ് ജോലിക്കൊക്കെ തിരക്കായിട്ടുള്ള കാര്യം? എന്താണ് ഇങ്ങനെ എന്തോ ക്ലിയർ ആവുന്നില്ല, എന്തോ ഇത്. ശരി. അപ്പോൾ ഇവിടെ സമയം ചന്ദ്രദശയാണ്. ചന്ദ്രൻ വലിയ ദോഷമൊന്നുമില്ല. 2001 വർഷം, ഏതാണ്ട് ഒരു 8 മാസം കൂടി, 2026 6-ാം മാസം കഴിഞ്ഞാലാണ് നല്ല അനുഭവങ്ങൾ ജോലീൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. ഇപ്പോൾ അതേപോലെ അനാവശ്യമായ ടെൻഷനും മനസ്സിന് ഫീൽ ചെയ്യും. ചന്ദ്രദശയിൽ ഇപ്പോൾ സർപ്പത്തിൻ്റെ അപഹാരമാണ്. അതേപോലെ പഠിച്ചാലൊന്നും വേണ്ട രൂപത്തിൽ തലയിൽ കയറാതെ ഒരു പ്രശ്നവും വന്നേക്കാം. അതുകൊണ്ട് പിന്നെ മൊത്തത്തിലൊരു സമ്മർദ്ദം, ഫ്രസ്ട്രേഷൻ അതൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടും. അനാവശ്യമായ ഭയവും വരും. അതൊക്കെ ഈ സമയത്തിൻ്റെ സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് കുട്ടി ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. കുറച്ച് ദേവിയെ പ്രാർത്ഥിച്ചാൽ കുറേയെല്ലാം അതിൽ നിന്നും കുറേ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെല്ലാം കുറഞ്ഞു പോയില്ലേ അല്ലേ? ഉണ്ടോ? ശരി. അങ്ങനെ ചെയ്യൂ. അങ്ങനെ കുറച്ച് മാറ്റം വരും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ അതൊക്കെ ചൊല്ലാം. എങ്ങനെ? 2026 6-ാം മാസം കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് വരും. അതേപോലെ ഇപ്പം അനാവശ്യമായി ദേഷ്യവും വരും. അതൊക്കെ വീട്ടിൽ അമ്മയോടൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെ വെറുതെ ദേഷ്യപ്പെടല്ല. അതൊന്നും അടക്കിക്കളാ, ഒരു പൊടിക്കടങ്ങ്. ആ സാധു ജീവിച്ചോട്ടെ അവിടെ കേട്ടോ. ഏതായാലും അല്ല, അതൊക്കെ ജാതകത്തിൽ ഈ സമയത്തിൻ്റെ കുഴപ്പമാണ് മോളെ. ഞാൻ നിന്നെ കുറ്റം പറയുന്നതല്ല. ഇങ്ങനെയൊക്കെ സമയം, ഇങ്ങനെയുള്ള സമയത്ത് അതൊക്കെ സർവ്വസാധാരണമാണ്. ഏതായാലും ഇതിൻ്റെ അകത്തൊക്കെ മാറ്റം വരും. കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസം വരും. ജോലിയൊക്കെ കിട്ടും കേട്ടോ. നല്ല ഭാവിയുള്ള കുട്ടിയാണ്. ഓക്കെ.
ആ. നല്ല ഭാവിയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നാം പറഞ്ഞത് ഈ എന്താണ് വിശപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദേവി ക്ഷുധാരൂപത്തിൽ നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് തമ്പുരാട്ടിയാണെന്നാണ് പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം പൊതുവായിട്ട് പറയാൻ നോക്കാം. അപ്പോൾ ഈ രാത്രിയത്തെ പ്രത്യേകിച്ചിട്ട് ഹെവി ഫുഡ് കുഴിമന്തിയാണല്ലോ അധികാളും അടിച്ചു വിടുന്നത്. അൽഫാം, കുഴിമന്തി ഇതൊക്കെ വല്ലപ്പോഴും ടേസ്റ്റിനൊക്കെ തിന്നാൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് രാത്രി വെച്ച് കീറിക്കഴിഞ്ഞാൽ മയോണൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം അതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. അത് ഉണ്ടാക്കുന്ന LDL കൊളസ്ട്രോളിൻ്റെ ആശാനാണ് ഇവരൊക്കെ. അങ്ങനെയാണ് ഇപ്പം ഈ ചെറുപ്പക്കാരും കേൾക്കുന്നുണ്ട്, മനസ്സിലായിക്കോളൂ. ഈ തീറ്റയാണ് 32 വയസ്സെല്ലാകുമ്പോഴേക്കും തട്ടിപ്പോകുന്നതിൻ്റെ കാരണം. യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. വേറെയും കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അതിൽ ഒന്ന് സ്ട്രെസ്സ്, ഹൃദയത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാരണം സ്ട്രെസ്സാണ്. അത് ചില ആൾക്കാർക്ക് എന്താണ് ജോലി സംബന്ധമായ പ്രഷർ അത് അനുഭവിക്കലും, അത് പ്രത്യേകിച്ചും IT മേഖലയിലുള്ളവർക്കൊക്കെ അതൊരു വലിയൊരു വിഷയമാണ്. അതൊരു ഭാഗത്ത്. പിന്നെ മറ്റൊരു വിഭാഗമാണ് ഈ ഏറ്റവും വലിയ ദോഷം പുകവലി എന്ന് പറയുന്നു. പിന്നെ ഒന്ന് ഈ പറയുന്ന തീറ്റയാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ തട്ടിപ്പോകാൻ വലിയ താമസമൊന്നുമില്ല. ഒന്നും ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യം അനുഭവിക്കാണ്ടാതെ ഇപ്പം നമ്മളെപ്പോലെയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരുത്തൻ തട്ടിപ്പോയാൽ ഒരു ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല. ഒരു പൂച്ചക്കും ഒരു ചാരതക്കും ലേശം വിഷമുണ്ടാവുമെന്നല്ലാതെ വേറെ വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. എന്നെ സമയത്തുള്ള ഞാനൊക്കെ ഫുള്ള് അനുഭവിച്ച് കഴിഞ്ഞവനല്ലേ, ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. ഇതതുപോലെയല്ലല്ലോ. 25 വയസ്സുള്ള ചെക്കനൊക്കെ തട്ടിപ്പോയാൽ എന്താ കഥ. ഇങ്ങനെ തിന്നല്ലേ, വിശപ്പിന് പാകത്തിന് തിന്നു. കുഴിമന്തിയെല്ലാം 2 കുഴിമന്തിയൊക്കെ തിന്നുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരൊക്കെ 2-3 കുഴിമന്തിയൊക്കെ ഒന്നാമത് കുഴിയിലേക്ക് വേഗം എടുക്കാൻ പറ്റും. അതിൻ്റെ പേര് തന്നെ അങ്ങനെയല്ലേ, കുഴിമന്തി, കുഴിയിലേക്ക്. അതുകൊണ്ട് ഒരു ലിമിറ്റായിട്ട് ഒരു കുഴിമന്തി മേടിച്ച് 2 പേര് ഭാര്യയും ഭർത്താവും തിന്നുക, അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. പാക രാത്രിയാണ് തിന്നുന്നുണ്ടെങ്കിൽ. പകലാണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ഒരു കുഴിമന്തി ഫുള്ളായി തിന്നോളൂ. പക്ഷേ ഈ 2 കുഴിമന്തി മേടിച്ച് രാത്രി തിന്നുന്നത് എൻ്റെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അത് മോശമാണ്, അത്ര നല്ലതാവില്ല. പെട്ടെന്ന് കുഴിയിലേക്ക് എടുക്കും കേട്ടോ, അങ്ങനെ തിന്നല്ല. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ 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 പറയൂ. കണ്ണൂർ കണ്ണൂർ എവിടെ? കണ്ണൂർ എവിടെ? കണ്ണൂർ പുതിയതെരു. പറഞ്ഞോളൂ. ഡേറ്റ് 2007. ഓക്കെ. സെപ്റ്റംബർ 19 വൈകുന്നേരം 5:45. മൂലം നക്ഷത്രം. അതെ. ആരുടേതാണ്? ഇത് മകളതാണ്. മകള്. ഓക്കെ. എന്താണ് മകളെ കൊണ്ട് അറിയേണ്ട വിഷയം എന്താണ്? അവളെ പഠിപ്പിന്റെ ഇതെല്ലാം അറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പം +2 കഴിഞ്ഞ് ഏതിനാണ്? പ്ലസ് ടു കഴിഞ്ഞ്. അപ്പൊ ഏതിനാണ് ചേർന്നിട്ടുള്ളത്? ബയോടെക്നോളജി. പഠിപ്പ് എങ്ങനെയുണ്ട്? പഠിക്കുന്നില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത്? എന്താണ് കാര്യം? അല്ല, പഠിപ്പിന് ഇതെല്ലാം എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ല, ഇവളിപ്പം സമയം ഭയങ്കര സൂപ്പറല്ലേ. അപ്പോൾ ശുക്രദശരി വ്യാഴാപഹാരമാണ്.
ആ ആ ആ അപ്പോൾ പിന്നെ ബുധന് ഭയങ്കര ബലമുള്ള കുട്ടിയാണ്. അപ്പോൾ പഠിക്കണമെന്നങ്ങ് വിചാരിച്ചാൽ പഠിക്കും. പിന്നെ മടിച്ചിരുന്നത് തന്നെ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റണം, അവൾ മാറ്റണം. അതെ അതെ കുംഭലഗ്നമാണ്. കുംഭലഗ്നത്തിന് ഒരു എന്താണ് ഒരു ചെറിയൊരു ഒരു കുഴപ്പം പറയുന്നുണ്ട് അവരെ കൊണ്ട്. അവർ ഉത്സാഹം കുറഞ്ഞ് കളിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് ഉത്സാഹ ലഭതേ കാര്യം എന്നാണ്. ഉത്സാഹം കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മടി പിടിക്കുക, ലേസി സ്വഭാവം അതുണ്ടെങ്കിൽ അവളോട് മാറ്റാൻ പറയുക. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉയർന്നു വരാനുള്ള യോഗമുള്ള കുട്ടിയാണ്. അപ്പോൾ അത് ആ കുട്ടിയുടെ ശ്രമം പോലെയാണല്ലോ, നമ്മളെ പരിശ്രമമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം അത് അവളോട് കൊച്ചുമോളോട് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത് വിവാഹ സംബന്ധമായിട്ട് ചില ദോഷങ്ങളുള്ള ജാതകമാണ്. അതുകൊണ്ട് പഠനം നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയെല്ലാം നേടിയിട്ട് മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഇപ്പം അത് ഇപ്പോഴേ പറയുകയാണ്, ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത്തരം കുട്ടികൾ ജോലി സംബന്ധമായിട്ട് വളരെയേറെ എന്താണ് പറയുക, നമ്മൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ അഥവാ ഏതെങ്കിലും കാരണവശാൽ അതൊന്നും നല്ല വിജയത്തിലെത്തിയില്ലെങ്കിൽ, ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അത് പണ്ടത്തെ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഇതൊന്നും ഞാൻ തുറന്നു പറയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഇത് പിന്നെ 2K കുട്ടിയാണിത്. 2K കുട്ടിയോട് പിന്നെ തുറന്നു പറയുന്നതിനൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ ആ കുട്ടികൾക്ക് ഇപ്പം കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് ആ പെൺകുട്ടികൾ. 2K മക്കൾ എന്ന് പറഞ്ഞാൽ 2000 മേലെ ജനിച്ച കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ 2004 മുതൽ ഇങ്ങോട്ട് ജനിച്ച കുട്ടികളെ കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ 2K കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ കുട്ടിയോടൊന്നും പിന്നെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജെൻസി കുട്ടിയോട് പോലും ഞാൻ ഒളിച്ചു വെച്ചിരുന്നു. കാരണം ഇപ്പം 33 വയസ്സുള്ള 35 ജോഡിയുള്ളവരാണ് ജെൻസി എന്ന് പറയുന്നത്. അവരോട് പോലും ഞാനിങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇത് 2K കുട്ടികളോട് ഒന്നും ഒളിച്ചു വെക്കാറില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ട് ഇവളെ ജാതകത്തിൽ ദോഷമുണ്ട്. അത് നമ്മളെ നാടൻ ഭാഷയുണ്ട്, ഒത്താ ഓണേഷ് എന്ന്, അത്രയേ ഉള്ളൂ. ഈ ചീട്ടുകളിയിൽ ഓണേഷ് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തുകഴിഞ്ഞാൽ ഓണേഷാവും. അത് ഓണേഷ് അത് ആ ചീട്ടുകളി അറിയുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചീട്ടുകളി അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കാത്തത്. ആ ചീട്ടുകളി അറിയില്ല, പഠിച്ചിട്ടില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാനെല്ലാം പഠിച്ച കൂട്ടത്തിലാണ്. അപ്പോൾ ഒത്താ ഓണേഷ് എന്ന് പറയും. അപ്പോൾ ആ ഓണേഷ് അടിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് ചീട്ടുകളിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ചിലപ്പോൾ അത് വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരാജയപ്പെട്ടാലും വലിയ വിഷയമൊന്നുമല്ലല്ലോ. ഓനോട് പോയി പണി നോക്കാൻ പറഞ്ഞാൽ പോരെയോ? അത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ, നമ്മളെ കാലത്തെ സ്ത്രീകൾക്ക് അത് പറയാൻ മടിയായിരുന്നു. അല്ലെങ്കിൽ എന്നോട് നിങ്ങളോടൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ പാവങ്ങൾ അവരൊന്നും ഈ അങ്ങനെയുള്ള ഒരു ചിന്ത പോലും അവർക്ക് പറ്റാത്ത സ്ത്രീകളായിരുന്നു അതൊന്നും ഭൂരിപക്ഷവും. അന്നേ ഉണ്ട് തെറ്റിക്കഴിഞ്ഞാൽ വിട്ടോ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും കൂടിയും മഹാഭൂരിപക്ഷവും അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടി ഒട്ടും തന്നെ ഈ സഹിക്കുക, ടോളറൻസ് എന്നുള്ള വാക്കേ എടുത്തുപോയി. അത് പോയി, അത് മാഞ്ഞു പോയി ആ വാക്ക്. അപ്പോൾ പിന്നെ ഇനി അതുകൊണ്ട് അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവള് സ്വന്തമായിട്ട് ജോലിയൊക്കെ ഇവൾക്ക് ലഭിക്കും. ആ ലഭിച്ചതിന് ശേഷം മാത്രമേ ഏത് കാരണവശാലും വിവാഹത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നും പറഞ്ഞു കൊടുക്കണം. അഥവാ അതിൻ്റെ മുമ്പിൽ ഒരു പ്രണയത്തിലൊക്കെ അകപ്പെട്ട് അതൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കുമെന്നും പറയണം. അതും സർവ്വസാധാരണമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അതും തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. സർവ്വസാധാരണമായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടിയോട് നീ പ്രേമിക്കൊന്നും വേണ്ട അതൊന്നും പറയാനൊന്നും ഞാൻ പൊട്ടണമെന്നല്ല. പക്ഷേ ഈ ഇങ്ങനെ മോളെ അത് കുഴപ്പമാണ് അത് എന്ന് അച്ചാച്ചൻ പറഞ്ഞു കൊടുക്കണം. അച്ചാച്ചനോ അമ്മേൻ്റെ അച്ഛനോ ആരാന്ന് അറിയില്ല. ഏതായാലും കൊച്ചുമോക്ക് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ വേറെ പിന്നെ ഈ കുംഭലഗ്നക്കാർക്ക് ഏറ്റവും നല്ലതാണ്, അനുകൂലമാണ് ഇന്ദ്രനീല രത്നം. അത് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറാൻ അത് ഗുണപ്രദമാണെന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്ക് മേടിച്ചു കൊടുക്കാം. അത് പക്ഷേ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. ഇന്ദ്രനീലം, അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നൊരു ഇതായിട്ട് കുംഭലഗ്നക്കാർക്ക് കണ്ടുവരുന്നു. ആയിരക്കണക്കിന് ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പരീക്ഷിക്കാം. നിങ്ങളെ മോക്ക് മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റം വരും. അത് അങ്ങനെ ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. താല്പര്യമുണ്ട്, എന്നെ വിളിക്കണം. ഓക്കെ. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ നമ്മുടെ ക്ഷുതേനെ കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ക്ഷുതയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ വരെ പോകുന്ന കാര്യമാണ്. പണ്ട് ഒരു കാരണവശാലും ഈ നമ്മുടെ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ജീവൻ ആപത്ത് വരില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന അന്നത്തെ ഭക്ഷണം അങ്ങനെ ഉള്ള രീതിയിലായിരുന്നു. അന്ന് ഈ അറേബ്യൻ ഫുഡൊന്നും എവിടെയും കിട്ടുകയില്ലായിരുന്നു. ഈ ഡാൽഡയുടെയും നെയ്യുടെയും എണ്ണയുടെയും അമിതമായ ഉപയോഗം, ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിൽ അമിതമാവുന്നതിൻ്റെ കാരണം ഒന്നത്. പിന്നെ റെഡ് മീറ്റ്, പിന്നെ ബീഫ്, മറ്റുള്ള മറിച്ച് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം. പിന്നെ നമ്മളെ തലശ്ശേരിക്കാരുടെ മുട്ട മാലയൊക്കെ ഉണ്ട്. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ 10 ദിവസം അടുപ്പിച്ച് മുട്ടമാല തിന്നാൽ തെക്കോട്ടെടുക്കാം. എനിക്ക് പണ്ട് ഇങ്ങനെ കുറേ ആളുകൾ സന്തോഷത്തിൽ കൊണ്ടുതന്നിരുന്നു. നോക്കുമ്പോൾ ഇത് എന്താ ഇത് സാധനം എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ആ ജീവിതത്തിലാദ്യമായിട്ട് ഈ മുട്ടമാല, ഇതാണ് എന്ത് കേട്ടാ മുട്ടമാല എന്ന് പറഞ്ഞു. റുക്കിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഇതാണ് എന്ത് കേട്ടാ മുട്ടമാല, നിങ്ങൾക്കിതൊന്നും, നിങ്ങളെ ഇരട്ടിക്കാരനല്ലേ, നിങ്ങളെ അവിടെയൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു നമുക്കൊന്നും അവർക്ക് കൊണ്ടേ കൊടുക്കായി, നോമ്പ് കാലല്ലേ മോളെ. അതൊരു പാവം നല്ല മനുഷ്യനാ, എന്ത് നല്ല മനുഷ്യൻ. അങ്ങനെയൊരു പാവം ഉമ്മക്ക് തെറ്റിപ്പോയി. എന്തുവാട്ടെ അവർ കൊണ്ടുതന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് തിന്നോളൂ നിങ്ങൾ എന്ന് പറഞ്ഞു. ഞാനിത് തിന്നു. ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇതോ മറ്റോ 10 ദിവസം അടുപ്പിച്ച് തിന്ന എന്താ കഥ. ഒരു ദിവസം തിന്നിട്ട് തന്നെ 4 ദിവസം ഈ പെരുമ്പാമ്പ് ഇരയെടുത്ത് പോയി. പെരുമ്പാമ്പ് ഇരയെടുത്ത് കിടക്കുന്ന കണ്ടിട്ടില്ലേ. മാനിനെല്ലാം അങ്ങനെ തന്നെ പിതുക്കി കഴിഞ്ഞാൽ ഈ ആട്ടുകുട്ടീനെയൊക്കെ തിന്നിട്ട് പെരുമ്പാമ്പ് കുറേ ദിവസം ഇങ്ങനെ കിടക്കും. അതേപോലെയാണ് 2 ദിവസത്തേക്ക് കിടക്കേണ്ടി വന്നിനാ മുട്ടമാല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. അതുകൊണ്ട് ഇതൊക്കെ ഒരു ടേസ്റ്റിന് ഇങ്ങനെയുള്ള വല്ലപ്പോഴൊക്കെ കഴിക്കാം, കഴിക്കേണ്ടതൊന്നും പറയില്ല. അതൊന്നും പിന്നെ എല്ലാം എന്താണ് പറയുക, നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിനെ പിന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ അതിൽപ്പെട്ടൊരു ഇന്ദ്രിയമാണല്ലോ നാവ്. അതിൻ്റെ രസമുകുളങ്ങളെ പ്രീതിപ്പെടുത്താനാണല്ലോ ഈ പറയുന്ന ഇത്തരം ഭക്ഷണങ്ങൾ മനുഷ്യർ വാരി വിളിച്ച് ആക്രാന്തത്തോടു കൂടി തിന്നുന്നത്. ചോറും സാമ്പാറും അയക്കൂറക്കറിയും അല്ലെങ്കിൽ അയിലക്കറിയൊക്കെ തിന്നാലും വയറ് നിറയുമല്ലോ. പിന്നെ ഈ നെയ്യൊഴിച്ചുള്ള ബിരിയാണി മുതൽ അങ്ങോട്ടേക്ക്, നമ്മളെ പാരീസ് ബിരിയാണി ആണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. അതും ഒന്ന് തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിൽ അമിതമായ ഇതൊന്നും ചേർക്കില്ല അവർ. അതാണ് ഞങ്ങളുടെ നാട്ടിലെ പാരീസ് ബിരിയാണി ഇത്രമാത്രം ഫേമസ് ആകാൻ കാരണം. തലമുറകളായിട്ട് അവർ ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണ്. പിന്നെ ഈ ചണ്ടിക്കോഴിയൊന്നും അവർ കൊടുക്കില്ല, ലഗോൺ കോഴി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമിതമായ എണ്ണയുടെ ഉപയോഗം അവിടെ ഉണ്ടാവില്ല. ഞാനീ പല രൂപത്തിലുള്ള തലശ്ശേരിയുള്ള ഒരാളെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഞാനിപ്പോൾ അവിടെ പോയിട്ട് തന്നെ 4 കൊല്ലം മറ്റോ ആയി.
പക്ഷേ അവരുടെ പിന്നെ ഇടയ്ക്ക് ഭാര്യ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ അത് പിന്നെ ഇപ്പോഴും അവർ ആ ക്വാളിറ്റി അന്ന് മുതൽ 25 കൊല്ലമായിട്ട്, 25 ഞാൻ 35 കൊല്ലമായിട്ട് അവിടെ പോയിട്ട് കഴിക്കുന്ന ആളാണ്. ഇരുട്ടിന്നേ വരുമായിരുന്നു പാരീസിലെ ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേ ചെറുപ്പത്തിലെ അങ്ങനെ ആ ക്വാളിറ്റി അവർ പരമാവധി, അന്നത്തെ ആ ഭയങ്കരമായ ക്വാളിറ്റി ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുന്നില്ല. അന്ന് അവിടെ പിന്നെ ഞാൻ ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാനേജറും ഉണ്ടായിരുന്നു, മലപ്പുറംകാരൻ. വളരെ നല്ലൊരു സാത്വികനായൊരു മനുഷ്യൻ. അയാൾ അങ്ങനെയാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക. അയാൾ ആ ഹോട്ടലിൻ്റെ ഒരു അസറ്റായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേരെ ഭക്ഷണം, എന്താ പറയുക, സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്ത ഒരു പാരമ്പര്യം ഇങ്ങനെ ഒരു ഹോട്ടലിന് ഉണ്ട്. അത് പാരീസ് ഹോട്ടലിൻ്റെ ഇത് അത്തരം ഇതാണെങ്കിൽ അങ്ങനെയുള്ള ബിരിയാണിയൊന്നും അല്ലല്ലോ പല സ്ഥലത്തും കൊടുക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അത് ഈ ആയുസ്സിനെ കുറക്കുന്ന ഭക്ഷണം കഴിക്കരുത്. ക്ഷുധ അടക്കാൻ ഭക്ഷണം വേണം താനും. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ ഞാൻ സീനിയർ മേനാണല്ലോ, അപ്പോൾ ഞാൻ ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കണം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തറമ്പ്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ഒക്ടോബർ 5, ഓക്കെ. 1995. ഓ, എല്ലാം മൊത്തം ഇംഗ്ലീഷാണല്ലോ. 1995 അതിൻ്റെ അർത്ഥം? പകല്. ആരുടേതാണ്? എന്താണ് 95-കാരി? പൊതുവായ കാര്യമാണ് അറിയേണ്ട. അവിട്ട നക്ഷത്രക്കാരി. വ്യാഴത്തിൻ്റെ അകത്ത് ചന്ദ്രൻ്റെ അപഹാരം. എന്താണിപ്പോൾ? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് വിഷയം, പറയൂ. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഓക്കെ, കുട്ടികളായില്ല. ശരി. അത് മിസ്കാരേജ് ആയിപ്പോയി. ശരി ശരി. അങ്ങനെ കുറച്ച് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞത് അത് ഈ ജാതകത്തിൽ അത് ബാക്കി ജോലിയൊക്കെ നല്ല കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം പറഞ്ഞത് ശരിയാണ്. 5-ാം ഭാവത്തിൽ കേതു, 5-ാം ഭാവാധിപന് പാപയോഗം, പിന്നെ ഒപ്പം 9-ാം ഭാവാധിപന് ശനിദൃഷ്ടി, 9-ാം ഭാവത്തിലേക്ക് ശനിദൃഷ്ടി, 9-ാം ഭാവാധിപന് ബലഹാനി, പിന്നെ വ്യാഴം മറഞ്ഞു നിൽക്കുന്നു. ഇത്രയും ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സന്താന വിഷയത്തിൽ ദോഷമായി. അപ്പോൾ അതുകൊണ്ട് ഈ സമയം വ്യാഴത്തിൻ്റെ അനുകൂലമായ ദശ, എന്തൊക്കെ പറഞ്ഞാലും മറഞ്ഞ വ്യാഴമാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ദശയിൽ കുട്ടികൾ ജനിക്കുമെന്നാണ്. 2030 വരെയാണ് അതിൻ്റെ സമയം. പക്ഷേ അതിന് ഇനി അടിയന്തരമായിട്ട് പരിഹാര കർമ്മങ്ങളിലേക്ക് കടക്കണം. ഒരു ആൺകുട്ടിയാണ് ജനിക്കുക. അപ്പോൾ അത് രണ്ടുപേരുടെയും ജാതകം എടുത്ത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്ത് ആ സംഗതി റൂട്ട് ക്ലിയർ ആക്കാം എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ബന്ധപ്പെടാം. വിശ്വാസം ഇല്ലെങ്കിൽ അത് അങ്ങ് വിട്ടേക്കും. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അല്ല, അത്ര ഞാൻ എൻ്റെ നിലവാരം അതാണ്. എനിക്ക് ഞാൻ വേറെ തന്നെയാണ്. എനിക്ക് എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരും വരരുത്, അത് വേറെ കാര്യം. ജോലിയെല്ലാം ഭയങ്കര സൂപ്പറല്ലേ. അതൊക്കെ അത് ഞാൻ പറഞ്ഞു. എൻ്റെ നാവിൽ നിന്നും വീണ് കഴിഞ്ഞല്ലോ മോളെ. എന്തിനാണ് വെറുതെ പിന്നെ ഇങ്ങോട്ട് എൻ്റെ മോള് പിന്നെ വർത്തമാനം പറയേണ്ട ആവശ്യമുണ്ടോ? അത് ജോലി സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ധർമ്മകർമ്മ രാജയോഗമാണ്. ബുധന് ഉച്ചസ്ഥിതിയാണ്. 10-ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് ബുധൻ അവിടെ ബലവാനായി നിൽക്കുന്നു. ബുധനാണ് ഈ ജാതകത്തിലെ ഏറ്റവും ബലമുള്ള ഗ്രഹം. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ജോലി സംബന്ധമായിട്ട് അവൾ ഒന്നും തന്നെ, ആണായാലും പെണ്ണായാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അത് ശ്രമം നടത്തിയാൽ മാത്രം മതി. പിന്നെ ഞാൻ ഇന്ദുലാൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ വീട്ടിൽ അടങ്ങിയിരുന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശ്രമിച്ചോ PSC തന്നെ കിട്ടും. സർക്കാർ ശമ്പളം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ചെയ്യുന്ന ജോലി അത് അങ്ങനെയുള്ള വട്ടച്ചെലവിന് അങ്ങനെ പോട്ടെ. എന്നിട്ട് മറ്റേത് നമുക്ക് വിത്തിൻ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഉറപ്പാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. മറ്റേ കാര്യം ഭർത്താവുമായിട്ട് ആലോചിച്ചിട്ട് എന്നെ ബന്ധപ്പെടുക. ഓക്കെ. അല്ല, ഭർത്താവിനെ കൊണ്ട് നല്ല ഗുണം തന്നെയാണല്ലോ. ഭർത്താവിനെ കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഭർത്താവിനെയല്ലേ കിട്ടിയിട്ടുള്ളത്. എന്താ ക്വാളിറ്റി ഇല്ലേ? പിന്നെന്താ? അപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഉടനെ ഓക്കെ പറയണം. ഓ അത് അല്ല, അത് രണ്ടിലൊന്ന്. ഇത് ഇക്കാര്യത്തിൽ ഇത്ര ദോഷമുള്ളത് കൊണ്ട് ഇനി അത് ലേറ്റ് ആക്കുന്നത് ശരിയല്ല. അത് അയാളോട് പറയുക. അയാൾ ബുദ്ധിയുള്ളവനാണല്ലോ. അയാളോട് ഗൗരവത്തിൽ പറയുക, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തോ കണ്ടിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളല്ല എന്ന് പറയുക. വെറുതെ ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ ദേവിക്ക് വിരുദ്ധമാണ്. ഇത് ഈ ജാതകത്തിലുള്ള ദോഷം അത്ര കഠിനമാണ്. അപ്പോൾ നിനക്കാണെങ്കിൽ ഒരു കുട്ടി വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിരാശയായി പോവും. സർക്കാർ ജോലിയെല്ലാം ഉണ്ടാവും, കുട്ടിയില്ല. ചില സ്ത്രീകൾക്ക് അമ്മയാവണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. ഇത് അങ്ങനെയല്ല. അമ്മയാവാൻ താല്പര്യമുള്ള പെൺകുട്ടിയുടെ ജാതകമാണ് ഇത്. അങ്ങനെയുണ്ട്. അത്തരം പെൺകുട്ടിക്ക് ഒരു അമ്മയാകാൻ സാധിച്ചില്ലെങ്കിൽ അവൾക്ക് പിന്നെ നിരാശയാവും. സ്ത്രീയുടെ ജന്മപൂർണ്ണതയും കൂടിയാണ് അമ്മയാവുക എന്ന് പറഞ്ഞാൽ. ഒറ്റൊരു ആൺകുട്ടി അതേ വേണ്ടു, വേറൊന്നും വേണ്ട. അതിവിടെ കിട്ടാൻ തടസ്സമുണ്ട്. പെണ്ണിനെ കിട്ടുകയില്ല. അതും പൂതിയൊന്നും വേണ്ട, താവഴിയെല്ലാം നിന്നു പോവും. ഇത് ഒരു ആൺകുട്ടീനെ കിട്ടും. ആ ആൺകുട്ടീനെ കിട്ടാനുള്ള തടസ്സമാണ് മാറ്റണമെന്ന് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ക്ഷുധ എന്നുള്ള സംഗതി വലിയൊരു വിഷയമാണത്. നിസ്സാരപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണ്ടാലും അത് വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ ആ വാക്കിന് ദേവിയുടെ കാര്യത്തിൽ വരുമ്പോൾ യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഈ വാക്കിനെ അല്ല, ഈ മന്ത്രത്തെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് ഇത്രയും പറഞ്ഞത്. അത്രയും ചെറിയ ഒരു സംഗതിനെ 40 മിനിറ്റൊക്കെ 40 മിനിറ്റിൽ 15-18 മിനിറ്റ് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. പെട്ടെന്നാണ് അങ്ങനെ ദേവി തോന്നിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഇപ്പം ഈ പിന്നെ ആശുപത്രിയിലാണ് ബില്ല് മുഴുവൻ. മനുഷ്യനുണ്ടാക്കുന്ന പണം എത്രയാണ്, ഏത് ആശുപത്രിയിലാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം ആ മിംസ് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ വെച്ചിരിക്കുന്ന കാർ എത്രയാണ്. വലത്ത് വശത്തെ ബേബി മെമ്മോറിയലിലും ഇതേപോലെ കാണാം. ഈ കാറൊക്കെ ആരും കൊണ്ടുപോയിട്ട് കല്യാണ വീടൊന്നും അല്ലല്ലോ അത്. ഇതൊക്കെ അവിടെ താമസിക്കുന്ന രോഗികളുടെ കാറല്ലേ. 4 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള കാറുകൾ കാണാം. ഈ കാറിൽ അവിടെ വെച്ചിട്ട് അവിടെ അഡ്മിറ്റ് ആവുമല്ലേ വിവിധ രോഗങ്ങളാൽ. ഇങ്ങനെ മനുഷ്യർ മൊത്തം രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാരണം എന്ത്? എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ 2 മാഫിയ. ഒന്ന് മെഡിക്കൽ മാഫിയ, ഒന്ന് എഡ്യൂക്കേഷൻ മാഫിയ. വിദ്യാഭ്യാസ മേഖലയിലുള്ള കൊള്ള, അതേപോലെ ഇതിലുള്ള മരുന്ന് മെഡിക്കൽ മേഖലയിലുള്ള ആശുപത്രി, അത് ഏറ്റവും വലിയ കച്ചവടമാണിന്ന്. പണമുള്ളവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആശുപത്രിയിലേക്കാണ്. ഇതൊന്നും ആരെയും നന്നാക്കാനൊന്നുമല്ല. എന്തിനാണ്? അവർക്ക് നമ്മളെ മനുഷ്യരെ നന്നാക്കണമെന്നുള്ള വിചാരമൊന്നുമില്ല. അതൊന്നും തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ ഒരു പൂതിയെ അവർക്കില്ല. അവർക്ക്
കോടിക്കണക്കിന് ഉറുപ്പ്യ സമ്പാദിക്കുക. അതാണ്. പിന്നെ വെന്റിലേറ്ററിൽ ഇടാൻ വിടുകയേ ചെയ്യരുത്. ഓരോ പ്രായമുള്ള വ്യക്തിയും അല്ലെ രോഗിയായ വ്യക്തിയും അവൻ്റെ കുടുംബത്തിൽ ആദ്യം ചട്ടം കെട്ടേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ മാക്സിമം ICUവിൽ, എന്നെ വെന്റിലേറ്ററിൽ കയറ്റരുത് എന്ന് ഓരോ മനുഷ്യനും അവൻ്റെ അനന്തര തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ പറഞ്ഞോളൂ. കാരണം അത് 5-8 തുളയിങ്ങനെ ഇട്ടിട്ട് ആളെ കൊല്ലുന്ന പരിപാടിയാണ്. അത് ആ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതായാലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വെന്റിലേറ്റർ കയറിയവരുടെ ബോഡി മാത്രമേ വന്നിട്ടുള്ളൂ. 20 ലക്ഷം മുതൽ 80 ലക്ഷം വരെ കൊടുത്ത ആൾക്കാർ അറിയാം. അതുകൊണ്ട് ബാക്കിയൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടിക്കൊക്കെ പോയിട്ട് ഇതിൻ്റെ ഈ രോഗം വരുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷുതയെ വേണ്ട രൂപത്തിൽ മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ്. ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. തീരെ കഴിക്കാണ്ടും രോഗികൾ ഉണ്ടാവുന്നുണ്ട്, പോഷകാംശങ്ങൾ കുറഞ്ഞു പോയിട്ട്. അതൊക്കെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇപ്പോഴും കർണാടകത്തിലൊക്കെ പോയാൽ കാണുന്നുണ്ട്. കേരളത്തിലിപ്പോൾ അത് കുറവാണ്. എങ്കിലും സമീകൃതാഹാരം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നും കേരളത്തിൽ കിട്ടുന്നുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പ്രത്യേകിച്ചിട്ടും പിന്നെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ജനങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഗ്രഹണി പിടിച്ച കുട്ടികളെയൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് റോഡ് സൈഡിൽ, സങ്കടമാവുന്നുമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷുതയെ നിയന്ത്രിക്കുക, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഞാൻ എന്തിനാണ് ഇത്രയധികം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചിന്തിക്കുക. മനനം ചെയ്യുന്നവരാരോ അവനാണ് മനുഷ്യൻ. നമുക്ക് മാത്രമേ ചിന്താശേഷിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിന്തക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനും പരിഹാരങ്ങൾ ചെയ്യാനും ഈ കാണുന്ന നമ്പറിൽ 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഓൺലൈനിൽ ഫലമറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാൻ സൗകര്യമുണ്ട്. വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെ അറിയാം. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.